ഹലോ ജെയിംസ് ഹിയർ. ജെയിംസ് ആണോ? അതെ ജെയിംസാ. ഒരു കോൺഫിഡൻഷ്യൽ മെസ്സേജ് ഉണ്ട്, ഹൈലി കോൺഫിഡൻഷ്യൽ. ഡിഫൻസ് മിനിസ്ട്രിയുടെ മെസ്സേജാ. എന്താ? ഫോണിൽ പറയാൻ പറ്റില്ല. ഞാൻ മെസ്സേജ് കമ്പ്യൂട്ടർ വഴി ഫീഡ് ചെയ്യാം. എന്നാൽ നീ എൻ്റെ പേഴ്സണൽ കമ്പ്യൂട്ടറിലേക്ക് ഫീഡ് ചെയ്യും, ഞാൻ ലൈൻ കണക്ട് ചെയ്യാം. ഓക്കെ? എടാ യോഹനാനെ, ഒരു ഉഗ്രം കോൾ എത്തിയിട്ടുണ്ട്. നീ വാ. ഇതാകെ കൊനിഷ്ടാണല്ലോ. ഡീകോഡ് ചെയ്യാം. കമ്പ്യൂട്ടർ സയൻസിൽ മാസ്റ്റർ ബിരുദം, അവസാനം കള്ളനായിട്ട് ജീവിക്കുക. കഴിഞ്ഞ ജന്മം ചെയ്ത പാവങ്ങൾ കൊണ്ടായിരിക്കും. ആട്ടെ, എന്താ മെസ്സേജ്? നമ്മുടെ കഞ്ഞൂടി മുട്ടിക്കോ യോമാര്? ചിലപ്പം മുട്ടിന്നിരിക്കും, പക്ഷെ ഭാഗ്യമുണ്ടെങ്കിൽ നമ്മുടെ 4-5 തലമുറ ദേ ഇതുകൊണ്ട് കഞ്ഞി കുടിക്കും. എന്താണെന്ന് പറ. സ്പെഷ്യൽ ആം ട്രെയിനിങ് കോളേജ്, അതായത് സാറ്റ്, അതിർത്തി പ്രദേശത്തുനിന്ന് മാറ്റാൻ തീരുമാനിച്ചു. സാറ്റ് എന്ന സ്ഥലത്ത് നമ്മുടെ രാജ്യം വലിയൊരു പട്ടാളത്താവളം ഉണ്ടാക്കാൻ പോകുന്നു. കാരണം അതിർത്തിക്കപ്പുറത്ത് ശത്രുരാജ്യത്തിന്റെ അണുശക്തി നിലയം വരുന്നു. സാറ്റ് മാറ്റുന്നത് കൊണ്ട് നമുക്കെന്ത് പ്രയോജനം? പ്രയോജനമുണ്ട്. അതിർത്തിക്കടുത്തായതുകൊണ്ട് ഏത് പട്ടാളത്താവളത്തെയും വെല്ലുന്ന കോടിക്കണക്കിന് രൂപ വിലമതിപ്പുള്ള ആയുധശേഖരം സാറ്റിലുണ്ട്. അത് നമുക്ക് വേണം. എങ്ങനെ? അത് നമ്മൾ ആലോചിക്കണം. ജെയിംസ്, what is your plan? നമ്പർ 1, ഈ കണ്ട ആയുധങ്ങൾക്കൊന്നും പ്രോപ്പർ സെക്യൂരിറ്റിയോ വേണ്ടത്ര പട്ടാളക്കാരോ സാറ്റിലില്ല. നമ്പർ 2, ഈ വർഷത്തെ കാലാവസ്ഥ ഹെവി സ്നോഫോൾ പലതുകൊണ്ടും നമുക്ക് പ്രയോജനകരമാണ്. മോസ്റ്റ് പ്രോബ്ലി സാറ്റ് മഞ്ഞുകൊണ്ട് മൂടപ്പെടാം. അല്ലെങ്കിൽ തന്നെ ഒരാവശ്യം വന്നാൽ വി ക്യാൻ ഈസിലി മേക്ക് ആൻ അവലാൻസ്. പുറം ലോകത്തു നിന്നും സാറ്റിനെ നമുക്ക് ഒറ്റപ്പെടുത്താം. ലുക്ക് ഹിയർ, ദിസ് ഈസ് അവർ ബോർഡർ. സാറ്റ് ഏകദേശം ഇവിടെയും. വ്യക്തമായി പറഞ്ഞാൽ ഓൺലി 85 കിലോമീറ്റേഴ്സ് ഫ്രം ബോർഡർ. ഓപ്പറേഷൻ കഴിഞ്ഞാൽ ആയുധങ്ങളുമായി വിത്തിൻ 2 or 3 hours നമുക്ക് ഇന്ത്യൻ അതിർത്തി കടക്കാൻ കഴിയും. അതായത് സേഫായി അടുത്ത രാജ്യത്ത് എത്താൻ സാധിക്കും. Oh, don't be in a hurry, James. First of all, we have to study each and every detail of SAT. യെസ്, അതിനുള്ള വഴിയും ഞാൻ കണ്ടിട്ടുണ്ട്. അതെങ്ങനെ? ഇൻസ്ട്രക്ടർ നമ്പ്യാരായി സാറ്റിലെത്തുന്നത് ഈ ജെയിംസ് ആയിരിക്കും. ഞാൻ കാശ്മീരിൽ എത്തുന്നതിന് മുമ്പ് യോഹന്നാൻ കാശ്മീരിൽ പോയി കുമാറിനെ കണ്ട് എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തിരിക്കണം. ശരി. വണ്ടർഫുൾ. സാറ്റിലെ കംപ്ലീറ്റ് ആയുധങ്ങളുടെയും വില ക്രോസ് ആൻഡ് ക്രോസ് ഓഫ് റുപ്പീസ് വരും. ആരുടെ ഐഡിയ ഇത്? ആ ജെയിംസിന്റെ തലേന്നല്ലാതെ വേറെ ആരുടെ തലേന്ന് വരാൻ? ഡു യു നോ ഹിം? പിന്നെ എനിക്കറിയാം. പണ്ടൊരു മർഡർ കേസിൽപ്പെട്ട് എൻ്റെ അടുത്ത് വന്നിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഐ വാസ് ഹെൽപ്ലെസ് അറ്റ് ദാറ്റ് ടൈം. ഇന്നുള്ള സെറ്റപ്പ് ഒന്നും അന്നില്ലല്ലോ. പിന്നീട് ഒരുപാട് കാര്യങ്ങൾക്ക് ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഐ നോ ഈസ് വെരി ബ്രില്യന്റ് ആൻഡ് ബ്രേവ്. ആട്ടെ, എന്താണ് മാസ്റ്റർ പ്ലാൻ? അതെല്ലാം നിങ്ങൾ ജെയിംസുമായിട്ട് സംസാരിച്ചാൽ മതി. അതിനു മുമ്പ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ജെയിംസ് കാശ്മീരിലെത്തുന്നത് ജെയിംസ് ആയിട്ടല്ല, പിന്നെ ഇൻസ്ട്രക്ടർ നമ്പ്യാരായിട്ടാണ്. അയാളുടെ കയ്യിൽ ഖാൻ സാബ് കൊടുത്തുവിടുന്ന വലിയൊരു കൺസൈൻമെന്റ് ഉണ്ട്. 1 കോടിയോളം വില വരുന്ന ഡ്രഗ്സ്. ഇന്ത്യൻ ആർമിയുടെ ചെലവിലായതുകൊണ്ട് ഇറ്റ്സ് സേഫ്. പക്ഷെ നമ്മളത് എയർപോർട്ടിൽ നിന്ന് കളക്ട് ചെയ്ത് പാർട്ടിക്ക് എത്തിച്ചു കൊടുക്കണം. ഇത്രയെല്ലാം ആർമിയെ കൊണ്ട് ചെയ്യിക്കുന്ന സ്ഥിതിക്ക് ഇതും ആർമിയുടെ ചെലവിലാകാം. എടാ ദേവയ്യ, ഇൻസ്ട്രക്ടർ ജെയിംസ് നമ്പേരെ റിസീവ് ചെയ്യാൻ ഋഷിയെയും ജോസിനെയും അയച്ചാൽ മതി. ഇന്ന് വൈകുന്നേരം തന്റെ വീട്ടിലേക്ക് അവരോട് വരാൻ പറയണം. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞോളാം. ശരി സർ. ഇറ്റ് ഇസ് നോട്ട് എ സിമ്പിൾ തിങ്. കുമാർ, യു ആർ പ്ലേയിങ് വിത്ത് അവർ ലൈഫ്. ഞങ്ങൾ അതിന് കൂട്ടു നിൽക്കില്ല. ഋഷി, ഞാൻ ഒന്നും പറയുന്നൊന്നും പറയണ്ട. ഞങ്ങൾക്ക് നിങ്ങളുടെ പെണ്ണും പണവും ഒന്നും വേണ്ട. ആലോചിച്ചിട്ട് തന്നെയാണോ പറയുന്നത്? അതെ. നിങ്ങൾ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. സഹായിച്ചതിനെല്ലാം രേഖകളുമുണ്ട്. എല്ലാ തെളിവുകളും വെച്ച് ഒരൊറ്റ ഊമക്കത്ത് മതി. എൻ അനോണിമസ് ലെറ്റർ. വിത്തിൻ അവേഴ്സ് നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെടും. രാജ്യത്തിനെതിരെ ചാരപ്രവർത്തനം നടത്തിയതിന്, ആയുധങ്ങളുടെ കള്ളക്കടത്തിന്, മയക്കുമരുന്നുകൾ കടത്തിയതിന്, എന്തിന് ആന്റണിയുടെ മരണത്തിന് വരെ നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും. കുമാർ, കുമാറിന്റെ ഈ മുഖം നിങ്ങൾ കണ്ടിട്ടില്ല അല്ലേ? ഇങ്ങനെയും ഉണ്ടൊരു മുഖം. കുമാർ, ഇത്രയും കാലം ഒരുമിച്ച് നിന്നു, ഒരുപാട് കാര്യങ്ങളും ചെയ്തു. ഇപ്പൊ എന്തു പറ്റി? പേടിയാ?
പേടിക്കണ്ട. ഞങ്ങൾ ഉള്ളിടത്തോളം കാലം നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഓക്കെ? ഓക്കെ. ദാറ്റ്സ് ഗുഡ്. അപ്പോൾ നാളത്തെ ഡൽഹി ശ്രീനഗർ ഫ്ലൈറ്റിൽ പാർട്ടി വരും സാധനവുമായിട്ട്. इंडियन एयरलाइंस की उड़ान IC 437 से श्रीनगर जाने वाले यात्री कृपया सुरक्षा जांच करवाएं. Passengers bound for Srinagar by Indian Airlines flight IC 437 kindly proceed for security check. Calling the attention of Mr. Mishra. Passenger bound for Bombay by Indian Airlines flight IC 184. You are requested to contact Indian Airlines enquiry counter immediately. ഹലോ മേജർ നമ്പ്യാർ. ഞാൻ മേജർ ജെയിംസ്. ഹലോ, മലയാളിയാണല്ലേ? അതെ. ഏത് റെജിമെന്റിലെ? രാജ്പൂത് റെജിമെന്റ്. ഓ, ഐ സീ. നിങ്ങൾക്ക് എങ്ങനെ എന്റെ നെയിം പ്ലേറ്റ് കിട്ടി? അതൊക്കെ പറയാം. മൂവ്, കം ഓൺ, മൂവ്, മൂവ്. Get out. इंडियन एयरलाइंस की उड़ान IC 437 अब श्रीनगर जाने के लिए तैयार है. यात्रियों से निवेदन है कि वे अपने प्रवेश पत्र हाथ में रखें और विमान की ഈ ബോഡി പെട്രോൾ ഒഴിച്ച് കത്തിക്കണം. ഒരു പൊടി പോലും കാണരുത്. യെസ് സർ. इंडियन एयरलाइंस की उड़ान IC 437 अब दिल्ली से आ पहुंची है. Announcing the arrival of Indian Airlines IC 437. ഋഷി വരുന്നുണ്ട്. सामान उस गाड़ी में रखो. റഷ്യല്ലേ? അതെ. സാധനം ആ പെട്ടിക്കകത്തുണ്ട്. ഏത് വണ്ടിയിലാണ് കൊണ്ടുപോകുന്നത്? ഈ ജീപ്പില്. ഋഷി, കോടിക്കണക്കിന് രൂപ വിലയുള്ള ഡ്രഗ്സ് ആണ്. ബി കെയർഫുൾ. ഋഷി സൂക്ഷിക്കണം.
कम जीप आ रहा है. സാധനകത്തുണ്ട്. कम ऑन Hands up! I said hands up!